ദുരന്തർ 1 ഇരു കൈയും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൃത്യം 3.5 മാസത്തിന് ശേഷം ആ ചൂടും ചൂരും ഒക്കെ പോകുന്നതിന് മുൻപ് ദുരന്തർ 2 എത്തിയിരിക്കുകയാണ്. ആദിത്യ ധർ എന്ന സംവിധായകൻ തന്റെ ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെ പീക്ക് കാണിച്ചു തന്ന ആദ്യ പതിപ്പിന് ശേഷം അതിനേക്കാൾ മികച്ച ന്യൂക്ലിയർ ബോംബ് പോലെ ഇതാ രണ്ടാം പാർട്ട് എത്തിയിരിക്കുന്നു. ഒന്നാം ഭാഗം സൃഷ്ടിച്ച വലിയ പ്രതീക്ഷകളുമായാണ് ദുരന്തർ 2 തിയേറ്ററുകളിലെത്തിയത്. എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ മറികടക്കുന്ന പ്രകടനമാണ് ചിത്രം കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് മാസ് ആക്ഷൻ എന്റർടൈനർ ആണ് ഈ സിനിമ. അതായത് എന്താണൊരു കംപ്ലീറ്റ് മാസ് ആക്ഷൻ എന്റർടൈനർ? അതാണ് ദുരന്തർ എന്ന് പറയാം. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തുന്ന പേസിംഗ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. ഒരിടത്ത് പോലും ബോറടിപ്പിക്കാതെ കഥ മുന്നോട്ട് പോകുന്നു. 3 മണിക്കൂർ 55 മിനിറ്റുള്ള ഒരു സിനിമ, അത് ഇറങ്ങാൻ പോകുന്നതിന്റെ സിനിമയുടെ ദൈർഘ്യമൊക്കെ വന്ന സമയത്ത് എല്ലാവരും പേടിച്ചിരുന്ന ഒരു കാര്യം, ഇത്രയും നേരം ഇരുന്ന് കഴിഞ്ഞാൽ തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങിപ്പോകില്ല എന്നതായിരുന്നു. പക്ഷേ ഒരു ഉറക്കവും വരില്ല, സമയം പോകുന്നത് നിങ്ങൾ അറിയില്ല, സിനിമ തീരരുതേ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. അത്രയും അധികം എൻഗേജിങ് ആയാണ് സീൻ ബൈ സീൻ സംവിധായകൻ സിനിമ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. നായകനായ രൺവീർ സിംഗിന്റെ മാസ് പ്രകടനം തന്നെയാണ് സിനിമയുടെ നെടുന്തൂൺ. രൺവീർ സിംഗിന്റെ ആക്ഷൻ രംഗങ്ങളിലെ മെയ്വഴക്കവും ഡയലോഗ് ഡെലിവറിയും ആരാധകരെ തൃപ്തിപ്പെടുത്തും. മേക്കിംഗ്, തിരക്കഥ, കാസ്റ്റിംഗ്, ഛായാഗ്രഹണം, എഡിറ്റിംഗ്, BGM, VFX, വയലൻസ്, ആക്ഷൻ എന്നീ മേഖലകളിലെല്ലാം ആദ്യ ഭാഗത്തെ മറികടക്കുന്ന സ്വീക്കലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചാപ്റ്ററുകളായി തിരിച്ച് കഥ പറയുന്ന രീതിയാണ് ദുരന്തറിലുള്ളത്. ആദ്യത്തെ ഭാഗത്തിൽ 8 ചാപ്റ്ററുകളായിരുന്നു. രണ്ടാമത്തെ ദുരന്തർ 2-വിൽ രണ്ടാമത്തെ ഭാഗത്തിൽ 7 ചാപ്റ്ററുകളാണുള്ളത്. എ ബേൺഡ് മെമ്മറി എന്ന 1-ാം ചാപ്റ്ററിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. അപ്രതീക്ഷിതമായി തന്റെ കുടുംബത്തിനുണ്ടാവുന്ന ദുരന്തത്തിൽ ധീരനായ ഒരു യുവാവ് തന്റെ ഇന്ത്യൻ ആർമിയിലേക്കുള്ള സ്വപ്നങ്ങളിൽ നിന്നൊക്കെ മാറുന്നതും ഒടുക്കം ഒരു നിയോഗം പോലെ ഇന്ത്യയുടെ അണ്ടർ കവർ ഏജന്റ് ആകുന്നതിന് തൊട്ടു മുന്നേ വരെയുള്ള കാര്യങ്ങളാണ് 1-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. ആദ്യ 10 മിനിറ്റിൽ റോക്കി ഭായ് KGF-ൽ പറയുന്നത് പോലെ വയലൻസ് 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 മാത്രമാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഓരോ പ്രേക്ഷകനിലും അഡ്രിനാലിൻ റഷിന്റെ അഴിഞ്ഞാട്ടമാണ് സീനുകൾ ഉണ്ടാക്കുക. പിന്നെ മുഴുവൻ സീറ്റഡ് വാച്ചിങ് ആണ്. 2-ാം ചാപ്റ്ററിലേക്ക് എങ്ങനെയാണ് ഈ മിഷനിലേക്ക് ഇയാൾ എത്തുന്നതെന്നും അതിനൊക്കെ ഉപരിയായി ജസ്കിരൺ സിംഗ് റാങ്കി എങ്ങനെയാണ് ഹംസ അലി മസാരിയായ കഥ പറയുകയാണ്. മാധവന്റെ അന്യായ പെർഫോമൻസ് ആണ് ഈ അധ്യായത്തിലെ പീക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. തുടർന്നുള്ള 5 ചാപ്റ്ററിലൂടെ അവസാന ചാപ്റ്ററായ ദുരന്തറിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന ISIS മുതലുള്ള ടെററിസ്റ്റ് വഴികളും അൺഎക്സ്പെക്ടഡ് ആയ ബഡേസാബും പിന്നെ അൺഎക്സ്പെക്ടഡ് കാമിയോ റോളിൽ ഒരു ബോളിവുഡ് നടിയും ഒക്കെ എത്തുന്നുണ്ട്. എത്ര മനോഹരമായാണ് അവർ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടിരുന്നു പോകും. അത്ര മികച്ച രീതിയിലാണ് ഓരോ വിഷ്വൽസും. ആദിത്യ ധറിന്റെ സംവിധാന മികവിനൊപ്പം വികാസ് നവലാഖയുടെ ഛായാഗ്രഹണവും ശിവകുമാർ V പണിക്കരുടെ എഡിറ്റിംഗും ശാശ്വത് സച്ദേവിന്റെ പശ്ചാത്തല സംഗീതവും ചേരുമ്പോൾ ദുരന്തർ 2 സാങ്കേതികമായി കൂടി പൂർണ്ണത കൈവരിക്കുകയാണ്. വികാസ് നവലാഖയുടെ ക്യാമറ വർക്ക്, പ്രത്യേകിച്ച് തുടക്കത്തിലെ ആദ്യത്തെ ആക്ഷൻ രംഗങ്ങളിലെ സിംഗിൾ ഷോട്ടുകളൊക്കെ എടുത്തു പറയേണ്ടതാണ്. ചിത്രത്തിന്റെ കളർ ഗ്രേഡിങ്, ഷോട്ട് ഡിവിഷൻ, അതൊക്കെ അതിഗംഭീരമായ ദൃശ്യാനുഭവമാണ് ഓരോ പ്രേക്ഷകനും നൽകുക. 4 മണിക്കൂറിനടുത്ത് ദൈർഘ്യമുള്ള സിനിമ ഒരിടത്ത് പോലും മടുപ്പിക്കാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നത് ശിവകുമാറിന്റെ എഡിറ്റിംഗ് വൈഭവം കൊണ്ടാണ്. 2-ാം പകുതിയിലെ ഷൂട്ടൌട്ട് രംഗങ്ങൾ, ക്ലൈമാക്സിലെ ഫൈറ്റ്, അതൊക്കെ അല്പം ദൈർഘ്യമേറിയതായിട്ട് തോന്നും. പക്ഷേ അതൊന്നും ഒരു കുറവായി സിനിമയ്ക്ക് വരുന്നില്ല എന്നിടത്താണ് ചിത്രം വിജയിക്കുന്നത്. പ്രേക്ഷകനെ ആവേശത്തിന്റെ കൊടുമുടിലെത്തിക്കുന്ന ശാശ്വത് സച്ദേവിന്റെ പശ്ചാത്തല സംഗീതം എടുത്തു പറയാതെ വയ്യ. ഏതാണ് ചിത്രത്തിന്റെ മറ്റൊരു കരുത്ത്? ആദ്യ ഭാഗത്തെ ഒരു തരത്തിൽ പോലും അനുകരിക്കാതെ തികച്ചും പുതുമയുള്ള ഈണങ്ങളാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ആദ്യ ഭാഗത്തിൽ നമുക്കറിയാം ഓരോ BGMവും ഹിറ്റായിരുന്നു. പക്ഷെ ആ BGM ഒരെണ്ണം പോലും രണ്ടാമത്തെ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടില്ല, ആവർത്തിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എനിക്ക് ആകെ ഒരു നെഗറ്റീവായി തോന്നിയത് അക്ഷയ് ഖന്നയുടെ ഒരു കഥാപാത്രത്തിന് ആദ്യ ഭാഗത്ത് കിട്ടുന്നൊരു സ്വാഗുണ്ട്, ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ തീഷ്ണത അക്ഷയ് ഖന്നയ്ക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു വില്ലൻ കഥാപാത്രം അക്ഷയ് ഖന്നയുടെ ഒരു മീറ്ററിൽ വെച്ച് നമ്മൾ അളക്കുന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പലപ്പോഴും അത് പറ്റുന്നില്ല. അർജുൻ രാംപാലൊക്കെ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നെങ്കിലും അക്ഷയ് ഖന്ന മാർക്ക് ചെയ്ത് പോയടുത്തേക്ക് ഇവർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പരിമിതി. മാത്രമല്ല സിനിമയിലെ നായിക സാറ അർജുന്റെ കഥാപാത്രം അവർ നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയത്ത് അഭിനയത്തിൽ ഒരു മെച്യൂരിറ്റി കൊണ്ടുവരുന്നതിൽ പരിമിതികൾ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ രൺവീറും മാധവനും അർജുൻ രാംപാലും സഞ്ജയ് ദത്തും രാകേഷ് ബേഡി എന്നിവരുടെയൊക്കെ അതിഗംഭീരം എടുത്തു പറയേണ്ടത് തന്നെയാണ്. മാത്രമല്ല എല്ലാം കൊണ്ടും നമ്മൾ കൊടുത്ത പണത്തിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ കൊടുക്കാൻ തോന്നുന്ന തരത്തിലാണ് സിനിമ ഉള്ളത്. 4 മണിക്കൂർ നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായി ഇന്ത്യൻ സിനിമ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച എപ്പിക്കാണ് ദുരന്തർ 2 എന്ന് തന്നെ പറയേണ്ടി വരും.
ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ച, ഇതൊരു പ്രൊപ്പഗാൻഡ മൂവിയാണെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ടല്ലോ. നോട്ട് നിരോധനം എങ്ങനെയാണ് ഇന്ത്യയിലെ ടെററിസം വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പാകിസ്ഥാൻ സ്പോൺസർഡ് ആവുന്നത്, അതെങ്ങനെയാണ് ഇന്ത്യയിലെ സർക്കാർ അതിനെ നോക്കിക്കൊണ്ടിരുന്നത്, അതിനുവേണ്ടി പ്രതികരിച്ചുകൊണ്ടിരുന്നത്, അതിനുശേഷം മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം എങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഇതിലെ രാഷ്ട്രീയം. നോട്ട് നിരോധനം അടിസ്ഥാനപരമായി ടെററിസത്തിനെതിരെയുള്ള മോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നെന്നും UP രാഷ്ട്രീയവും അതിനുശേഷം അവിടെ യോഗി ആദിത്യനാഥിനെ പോലെ ഒരു ലീഡർ വരേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തെക്കുറിച്ചും ഒരു സീനിൽ പ്രതിപാദിക്കുന്നുണ്ട്. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ചും അടക്കം പറയുന്നുണ്ട്. ഉത്തർപ്രദേശ്, കശ്മീർ, പഞ്ചാബ്, പിന്നെ കേരളം എന്ന തരത്തിലേക്ക് മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള പരാമർശം ഇല്ലാത്തതും അതിൽ തെറ്റായി ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ആഫ്റ്റർ ഓൾ ഇതിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇന്ത്യ എങ്ങനെയാണ് ടെററിസത്തെ കീഴടക്കുന്നത്, എങ്ങനെയാണ് ആ ഏജൻസിക്ക് പൂർണ്ണമായും നിങ്ങളിത് ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയുടെ സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ്സ് എങ്ങനെയാണ് നടത്തിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് എത്തുന്നുണ്ട്. പക്ഷേ സിനിമയാണ്, സിനിമ എന്നത് സംവിധായകന്റെ കലയാണ്. ആത്യന്തികമായി നിങ്ങൾക്കത് തിയേറ്ററിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ ആ സിനിമ വിജയിച്ചു എന്നുള്ളിടത്താണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. സിനിമ രാഷ്ട്രീയം പറയുന്നുണ്ട്, ആ സിനിമയുടെ രാഷ്ട്രീയം അതാണ്. അതിനെ ആ രീതിയിൽ കാണുക, വിമർശിക്കേണ്ടവർ വിമർശിക്കുക. പക്ഷേ വ്യക്തിപരമായി വളരെയധികം ആസ്വദിച്ച ഒരു സിനിമയായിരുന്നു. മൂന്നാം ഭാഗത്തിനുള്ള ഒരു സ്കോപ്പ് കൂടി ഇട്ടിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. ദുരന്തർ 3 എന്തായാലും വരട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.